ശക്തമായ മഴയിൽ പട്ടാമ്പി വാടാനംകുറിശി റോഡ് തകർന്നു. പാത നവീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കവെയാണ് റോഡ് കൂടുതൽ തകർന്നത്. ഇതോടെ ഈ റോഡിലൂടെയുള്ള യാത്ര ദുരിതമായി. നവീകരണ പ്രവർത്തികൾക്കൊപ്പം തകർന്ന ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. പട്ടാമ്പി മുതൽ വാടാനംകുറിശി വരെയുള്ള നവീകരണം നടക്കാത്ത ഭാഗങ്ങളാണ് മഴ ശക്തമായതോടെ തകർന്നത്. ചെളിയും കുഴിയും വെള്ളക്കെട്ടും താണ്ടി ഏറെ ദുരിതം സഹിച്ചാണ് ജനങ്ങൾ സഞ്ചരിക്കുന്നത്. വാടാനംകുറിശി പാല നിർമ്മാണം നടക്കുന്നിടത്താണ് റോഡിന്റെ ഏറെ ഭാഗവും തകർന്നിട്ടുള്ളത്. വെള്ളക്കെട്ടും ഗർത്തങ്ങളും അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. വാടാനംകുറിശി മേൽപ്പാലത്തിന്റെ ഭീം റോഡിലേക്ക് തള്ളി നിൽക്കുന്നത് ഗതാഗത കുരുക്കിനും ഇടയാക്കുന്നു. വാടാനംകുറിശി മേൽപ്പാലം നിർമ്മാണ ഉദ്ഘാടനം ചെയ്തിട്ട് 2019 ചെയ്തത്. അന്ന് പറഞ്ഞത് 1.5 വർഷം കൊണ്ട് ഈ പാലപ്പണി പൂർത്തീകരിക്കുന്നതാണ് പറഞ്ഞത്. അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ഗേറ്റ് പരിസരത്തുള്ള ഈ പാലത്തിൻ്റെ തുടക്കത്തിൽ ഈ വെള്ളക്കെട്ടും അവിടുത്തെ ആളുകളെ പ്രയാസങ്ങളും ഒക്കെ. പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പുള്ളി IPT വരെയുള്ള പാത നവീകരിക്കുന്നതിനാൽ മറ്റു ഭാഗങ്ങളിൽ ഓട്ടയടക്കലും നടത്തിയിട്ടില്ല. ഈ ജനങ്ങൾക്ക് ഇത്രയേറെ ഉപദ്രവകരമായ ഈ സാഹചര്യം ഉണ്ടായിട്ട് കൂടി ബന്ധപ്പെട്ട അധികാരികൾ ഈ കാര്യക്രമത്തിന് വേണ്ടി അത് പരിഹരിക്കുന്നതിന് വേണ്ടി നടപടിയുമായി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നത് വരെ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകും എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. വാടാനംകുറിശി സ്കൂൾ പ്രദേശത്ത് താൽക്കാലികമായി ഇന്റർലോക്ക് ടൈൽ സ്ഥാപിക്കാനുള്ള പ്രവർത്തികൾ പുരോഗമിക്കുകയാണ്. മഴ മാറിയാൽ ഈ ഭാഗം മണ്ണിട്ടുയർത്തി ടാർ ചെയ്യും. കിഫ്ബി ഫണ്ടിൽ നിന്ന് 85 കോടി ചിലവഴിച്ചാണ് പട്ടാമ്പി ആശുപത്രി മുതൽ കുളപ്പുള്ളി IPT കോളേജ് വരെയുള്ള ഭാഗം നവീകരിക്കുന്നത്. ന്യൂസ് മലയാളം, പാലക്കാട്.